ഹായ് കുട്ടികളെ, നമ്മളിന്ന് പുതിയ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. വർക്ക്, എനർജി ആൻഡ് പവർ. ഇതിൽ നമുക്ക് വർക്ക് ആദ്യം നോക്കാം. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതൊരു നമുക്ക് സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എഫ് ഡോട്ട് ഡി എന്ന് പറയാം. എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഡി കോസ് തീറ്റ. അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഡി ഡിസ്പ്ലേസ്മെൻറ്റ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം എഫ് ഈ ഡയറക്ഷനിലാണ് ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം എഫിൻ്റെ ഡയറക്ഷനും ഡിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. 0 ആകുമ്പോൾ നമ്മുടെ എഫ് ഡി കോസ് തീറ്റ എന്തായിട്ട് വരും? തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ എഫ് ഡി കോസ് 0 എന്ന് പറയുന്നത് എഫ് ഡി ഇൻറ്റു കോസ് 0 എന്താ? 1. അപ്പോൾ എഫ് ഡി തന്നെയായിട്ട് മാറും. അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് ഡി. ഇനിയിപ്പോൾ ചിലപ്പോൾ ചില കേസിൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നു, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് തിരിച്ചായിരിക്കും. തിരിച്ചുള്ള ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാം. അതായത് ചിലപ്പം ഇപ്പോൾ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഒരാൾ അങ്ങോട്ട് തള്ളുമ്പം അത് ബാക്കിലേക്ക് പോയിട്ട് നിൽക്കും. അങ്ങനെ ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തിരിച്ച് വരുന്നു. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? തീറ്റ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആവും. 180 ഡിഗ്രി ആകുമ്പോൾ ഇവിടുത്തെ കേസ് എന്ത് വരും? എഫ് ഡി കോസ് തീറ്റ ഈക്വൽ ടു എഫ് ഡി ഇൻറ്റു കോസ് 180. കോസ് 180 എന്ന് പറയുന്നത് എന്താണ്? -1. അപ്പോൾ മൈനസ് എഫ് ഡി. ഇനി ചില കേസിൽ നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനും 90 ഡിഗ്രി വരാം. ഫോഴ്സ് ഇങ്ങനെ പോകുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് 90 ഡിഗ്രിയിലാണെങ്കിൽ എന്ത് പറ്റും? എഫ് ഡി കോസ് തീറ്റ എന്ന് പറയുന്നത് എഫ് ഡി കോസ് 90 എത്രയാണ്? എഫ് ഇൻറ്റു ഡി ഇൻറ്റു കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അതേമാതിരി തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 270 വന്നാലും നമുക്കത് 0 ആയിട്ട് വരും. അപ്പം ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ അതുകൊണ്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ പോലും ചില കേസസിലൊക്കെ വർക്ക് ഡൺ 0 ആയിട്ട് വരാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റ് ആയിട്ട് വരുന്ന വർക്ക്. അത് ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. എഫ് ഡോട്ട് ഡി ആണ്. എഫ് ഡോട്ട് ഡി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് എഫ് ഡി കോസ് തീറ്റയാണ്. അപ്പം ചില കേസസിലൊക്കെ ഇങ്ങനെ വരാം. അതായത് നമ്മളിപ്പോൾ സർക്കുലർ മോഷൻ പഠിച്ചല്ലോ. സർക്കുലർ മോഷൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് സെൻറ്ററിലേക്കാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടെ വെലോസിറ്റി എല്ലാം പോകുന്നത്, അല്ലെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഇതിന് ടാൻജൻഷ്യലായിട്ടാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, അല്ലേ? ആ ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ തീറ്റ എന്ന് പറയുന്നത് 90 വരുമ്പോഴത്തേക്കും അവിടെ വർക്ക് ഇൻഎഫക്റ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. കാരണം ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, ഇതിന് ടാൻജൻഷ്യലായിട്ടാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും റേഡിയസും ഈ ടാൻജൻറ്റും കൂടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇത് വെച്ചിട്ട് വന്നിട്ടുള്ള വർക്ക് ഡണ്ണിൻ്റെ പ്രോബ്ലംസ് എല്ലാം നോക്കാം, ഡോട്ട് പ്രോഡക്റ്റുമായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് 2017 ഒരു പ്രോബ്ലമാണ്. ഇതിൽ പറഞ്ഞേക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇൻ മീറ്റേഴ്സ് ഓഫ് എ ബോഡി ഓഫ് മാസ് 1 kg ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ ഓഫ് ടൈമിലാണ് തന്നേക്കുന്നത്. ഒരു ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസ് എന്ന് വെച്ചാൽ അവിടെ വേറെ ഫ്രിക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 2t². അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് വർക്ക് ഡൺ ഇൻ ദ ഫസ്റ്റ് 1 സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 0 ആണ്. നമുക്ക് ആകപ്പാടെ തന്നേക്കുന്ന മാസ് ഈസ് ഈക്വൽ ടു 1 kg. പിന്നെ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് 2t². അതൊരു ഫംഗ്ഷൻ ഓഫ് ടൈമാണ് തന്നേക്കുന്നത്. നമുക്കറിയാം എന്താണ്? വർക്ക് ഡൺ ആണ് ചോദിച്ചേക്കുന്നത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം വർക്ക് ഡൺ ഇൻ എല്ലാം സെയിം ഡയറക്ഷനാണ്. നമുക്ക് കോസ് തീറ്റ ഒന്നും എടുക്കേണ്ട, സെയിം തന്നെയാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കിവിടെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt ഈക്വൽ ടു എത്രയാണ്? d/dt ഓഫ് 2t² ഈക്വൽ ടു
അപ്പം 40 അല്ലേ. ഇനി ആക്സലറേഷൻ എന്ന് പറയുന്നത് dv/dt അല്ലെങ്കിൽ ഓർ d²x/dt² ഈക്വൽ ടു d/dt ഓഫ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 m/s². അപ്പോൾ ആക്സലറേഷൻ കിട്ടി. മാസ് അറിയാം. എക്സ് എന്ന് പറയുന്നത് ഏത് സെക്കൻഡിലാണ് പറഞ്ഞത്? ഫസ്റ്റ് 1 സെക്കൻഡ്. അപ്പോൾ എക്സ് ഫസ്റ്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് കേസിൽ എക്സ് അറ്റ് 0 അല്ലേ, 0 തന്നെ ആയിരിക്കും. ഇനി എക്സ് അറ്റ് 1 സെക്കൻഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് t² ആണ്. അപ്പോൾ 1 സെക്കൻഡ് ആണ് 2 × 1². അപ്പോൾ 2 meters. മനസ്സിലായില്ലേ? എക്സ് എന്ന് പറയുന്നത് ഒരു ടൈമിൻ്റെ വേരിയബിളായിട്ടാണ് തന്നേക്കുന്നത് എക്സിൻ്റെ വാല്യൂ. അപ്പം ഫസ്റ്റ് സെക്കൻഡിൽ, ഇപ്പോൾ സെക്കൻഡാണ് ചോദിച്ചിരുന്നെങ്കിൽ ടീൻ്റെ വാല്യൂ 2 ആയേനെ. അപ്പം എക്സ് ഫസ്റ്റ് സെക്കൻഡിലാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 ആണ്. ഇനി നമുക്കിതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അതായത് ഈക്വൽ ടു എം എത്ര കിട്ടി നമുക്ക്? 1 kg. ആക്സലറേഷൻ നമുക്ക് കിട്ടിയ എത്രയാണ്? 4 m/s². ഇനി എക്സ് എന്ന് പറയുന്നത് 2, ദാറ്റ് മീൻസ് 8 joules. വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അത് ഓർത്താൽ മതി. അപ്പോൾ കിട്ടിയല്ലോ. എത്രയാണ് ആൻസർ ഉണ്ടെന്ന് നോക്കി? 8 joules. സോ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, സിമ്പിളാണ്. ഈ ഒരു വേരിയബിൾ തന്നത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ട് തോന്നിയേക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും വേരിയബിളായിട്ട് തന്നിട്ട് ടീൻ്റെ വേരിയബിളായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം, ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആ ആക്സലറേഷൻ എടുക്കുക. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. മാസ് നമുക്ക് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് എക്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ അതിന് ആ ടൈമിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടി. സോ സിമ്പിൾ. ഓക്കെ, ഇത് 2025 ഒരു പ്രോബ്ലമാണ്. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിളിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ്. അതിൻ്റെ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് 0.5. ഇറ്റ് കംപ്ലീറ്റ്സ് ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ദ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓഫ് 5 Newton ഓൺ ദ പാർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ ഇതൊരു ഹൊറിസോണ്ടൽ സർക്കിളാണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് സെൻറ്റർ അല്ലേ. ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്ര റേഡിയസ് തന്നേക്കുന്നത്? 0.5 മീറ്റർ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് 5 Newton തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഓർക്കേണ്ടത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FD cos θ, F.D അല്ലെങ്കിൽ FD cos θ. എഫും ഡിയും ഒക്കെ നമുക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വരുന്ന ഡിസ്റ്റൻസ്. ബട്ട് ദ പ്രോബ്ലം ഈസ് വിത്ത് cos θ. cos θ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. കാരണം ഈ സർക്കിൾ ആയതുകൊണ്ട് എല്ലാ പോയിന്റിലും പാർട്ടിക്കിളിന് എന്താണ്? അതിൻ്റെ ടാൻജൻ്റാണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ സർക്കിളിലെ ടാൻജൻ്റ് ആയിട്ടാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഫോഴ്സ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഡയറക്ഷനിലായിരിക്കും, ടുവേർഡ്സ് റേഡിയസ്. അപ്പോൾ എല്ലാ പോയിന്റിലും ഈ ഫോഴ്സും ഈ സെൻട്രിപിറ്റൽ ഫോഴ്സും പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം cos 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FD cos 90 ദാറ്റ് ഈസ് ഓൾവേസ് 0. FD × 0. cos 90ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ FD × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഈസ് 0. അപ്പോൾ ഈ പ്രോബ്ലം ഇതെനിക്ക് തോന്നുന്നു ആൻസർ തെറ്റായിരുന്നു. ആൻസർ കാണിച്ചിരുന്നതിനകത്തൊന്നും ഓപ്ഷൻ 0 ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനും ഓപ്ഷൻ എഴുതാത്തത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ഈ ഫോഴ്സും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഡയറക്ഷനും ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻ്റ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ദാറ്റ് ഈസ് 90 ഡിഗ്രി. cos θ എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട്, cos 90 എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് വർക്ക് ഡൺ എപ്പോഴും 0 ആയിരിക്കും ഈ കേസിൽ. അപ്പോൾ ഇതൊന്ന് ഓർത്താൽ മതി നിങ്ങൾ. ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആൻസറൊക്കെ എഴുതി പോകും. ബട്ട് ആ കാര്യമൊന്നും ആലോചിക്കണം. ഇതൊരു 2015 പ്രോബ്ലമാണ്. ഗ്രാഫൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വളരെ ഈസി സിമ്പിൾ പ്രോബ്ലമാണ്. എ ഫോഴ്സ് എഫ് എക്സ് തന്നിട്ടുണ്ട്. ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ സച്ച് ദാറ്റ് ഇറ്റ്സ് പൊസിഷൻ എക്സ് ചേഞ്ചസ് ആസ് ഷോൺ. അപ്പോൾ എഫ് എക്സും എക്സും കൂടെയുള്ള ഒരു ഗ്രാഫാണ് തന്നേക്കുന്നത്. എഫ് എക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊസിഷൻ 0 നിന്ന് 5 വന്നപ്പോഴത്തേക്കും എഫിൻ്റെ വാല്യൂ 3 Newton ആയി. പിന്നെ 15 ആയപ്പം ഇത്രയും ഭാഗത്ത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ താഴേക്ക് പോയി. അപ്പം വിത്ത്
വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക്. എക്സ് മീറ്റേഴ്സിലാണ്, ഫോഴ്സ് ന്യൂട്ടണിലാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ പാർട്ടിക്കിൾ ആസ് ഇറ്റ് മൂവ്സ് ഫ്രം എക്സ് ഇസിക്വൽ ടു 0 to 20. അപ്പോൾ 0 നിന്ന് 20 വരെ പോകുമ്പോഴത്തേക്കുള്ള ഇതിൻ്റെ, കാരണം ഇത് വേരിയബിൾ ഫോഴ്സ് ആണ്, അതിൻ്റെ വർക്ക് ഡൺ ആണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ വർക്ക് ഡൺ കാണാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു സാധനത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി, കാരണം ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ വർക്ക് ഡൺ. അപ്പം ദാറ്റ് ഈസ് അതിൻ്റെ ഏരിയ കണ്ടാൽ മതി. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണും നമ്മൾ? ഇതൊരു ട്രപ്പീസിയം മാതിരിയല്ലേ. അപ്പോൾ 1/2 × 3 ഇതിൻ്റെ വിട്ട് എത്രയാണ്? 20. ഇത് ഇവിടെ 5ഉം ഇവിടെ 15ഉമാണ്. അപ്പം മുകളിലത്തെ ടോപ്പ് ഇട്ടെന്ന് പറയുന്നത് 10 വരും അല്ലേ, താഴത്തേന്ന് പറയുന്നത് 20 വരും. അപ്പോൾ 20 + 30, 20 + 10. അപ്പോൾ 1/2 × 3 × 30. അപ്പോൾ എത്ര വരും? 15. 15 3 45 ജൂൾസ്. നമ്മൾ പറഞ്ഞു വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. ദാ ആൻസർ ഇ. വെരി സിമ്പിൾ അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നോക്കുക, F × X ആണ്. F × X ആണ് നമ്മുടെ, F ഇവിടെ തന്നിട്ടുണ്ട്, X ഇവിടെ തന്നിട്ടുണ്ട്, F × X ആണ് നമ്മുടെ വർക്ക് ഡൺ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അതായത് എൻ്റയർ ഇതിനകത്തുള്ള ഈ ഏരിയ ആയിരിക്കും നമ്മുടെ വർക്ക് ഡൺ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. വർക്ക് ഡൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക, കോസ് തീറ്റ എവിടെയെങ്കിലും ആംഗിൾ വരുന്ന കേസ് ഉണ്ടെങ്കിൽ തീറ്റ നിങ്ങൾ ശ്രദ്ധിക്കുക. F.D ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. F.D എന്ന് പറഞ്ഞാൽ അത് സ്കെലാർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ FD കോസ് തീറ്റ അത് നോക്കുക. പിന്നെയുള്ളത് ഇങ്ങനെയുള്ള ഗ്രാഫ് വരുന്ന കേസ്, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ചിലപ്പം എക്സിൻ്റെ വേരിയബിളായിട്ട് വരുവാണെങ്കിൽ 3 കേസിൽ ഇത് വരാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പം എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും ടീൻ്റെ ടൈമിൻ്റെ വേവ് 4t³ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാസ് കണ്ടുപിടിക്കാം, വെലോസിറ്റി കണ്ടുപിടിക്കാം, വെലോസിറ്റിയിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം, എന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma. പിന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിൻ്റെ ഏത് ടൈമിലാണെന്ന് വെച്ചാൽ ആ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ 3 കേസിൽ ഇത് വരാൻ ചാൻസ് ഉള്ളൂ. ഇങ്ങനെയുള്ള ഗ്രാഫ് വരാം, ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് തരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൂടുതൽ വേണമെങ്കിലോ, എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിലോ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.